ഗസ വെടിനിർത്തലും ബന്ദിമോചന പദ്ധതിയും അംഗീകരിച്ച് ഇസ്രയേൽ. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബന്ദിമോചനം ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിലെ വെടിനിർത്തൽ കരാർ അമേരിക്കൻ സൈന്യം വീക്ഷിക്കും. വെടിനിർത്തൽ ഉടമ്പടിയുടെ ലംഘനമുണ്ടായാൽ ബഹുരാഷ്ട്ര സേന ഈജിപ്തും ഖത്തറും വഴി ഇസ്രയേലിനെയും ഹമാസിനെയും അറിയിക്കും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മെറിൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇത് കരാർ പാലിക്കപ്പെടുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. എന്തുതന്നെയായാലും ട്രംപിന് ലോകമെമ്പാടും നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് പ്രായോഗികമാകുക ഈ കരാർ പ്രാബല്യത്തിലാക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് റിജിറ്റ്. പശ്ചിമേഷ്യയിൽ 2 വർഷം നീണ്ടുനിൽക്കുന്ന ഒരു സംഘർഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി, അതായത് വെടിനിർത്തലും അതുപോലെ തന്നെ ബന്ദിമോചനവും സംബന്ധിച്ച പദ്ധതി ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബന്ദിമോചനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു. വൈറ്റ് ഹൗസാണ് കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗസയിലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കും. അതായത് 20 അംഗങ്ങളുടെ ബഹുരാഷ്ട്ര സംഘടന ട്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുക. അതിൽ ഈജിപ്റ്റ്, അതുപോലെ തന്നെ ഖത്തർ, അതുപോലെ തന്നെ UAE തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പ് ഈ വെടിനിർത്തലിനെ നിരീക്ഷിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഈ ഒരു ഇസ്രായേൽ മന്ത്രിസഭ ഇത് അംഗീകരിച്ചത് ഏറെ നിർണായകമാണ്. ഇന്നലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും ഈ ആദ്യഘട്ട കരാറുകൾ അംഗീകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ടെല്ലവിലും മറ്റും പാലസ്തീനിലുമെല്ലാം തന്നെ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുന്നു എന്നുള്ള ശുഭകരമായ വാർത്തകൾ ഇന്നലെ തന്നെ വന്നിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരും ഇത് സംബന്ധിച്ച അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്യാബിനറ്റ് യോഗത്തിൽ US പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിന്റെ മരുമകനും ഈ ഒരു ക്യാബിനറ്റിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു ക്യാബിനറ്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്റ്റീവ് വിറ്റ്കോഫ് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ബന്ദിമോചനവും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഹമാസ് അവശേഷിക്കുന്ന 20 ബന്ദികളെ കൈമാറുമെന്നും പകരം 1000-ഓളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നും തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഹമാസ് അംഗീകരിച്ച, അതായത് ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ച് 72 മണിക്കൂറുകൾക്കകം ബന്ദികളെ മോചിപ്പിക്കുന്നത് തന്നെയാണ് ഹമാസ് ഇന്നലെ അറിയിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭ ബന്ദിമോചനവും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇപ്പോൾ അംഗീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിജിത്ത്, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.